നമസ്കാരം. വിമാന സർവീസുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ക്ഷമ ചോദിച്ച് ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ വിക്രം സേഥ കഴിഞ്ഞ ഒരാഴ്ചയായി നീളുന്ന പ്രതിസന്ധിയിൽ യാത്രക്കാരോട് അത്യധികം ക്ഷമ ചോദിക്കുന്നുവെന്ന് വീഡിയോ സന്ദേശത്തിലൂടെയാണ് അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വൻതോതിലുള്ള വിമാന റദ്ദാക്കലുകളും സേവന തടസ്സങ്ങളും സംബന്ധിച്ച് യാത്രക്കാരോട് അത്യധികം ക്ഷമ ചോദിക്കുന്നു. യാത്രക്കാരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് സത്ത പറയുന്നത്. ഡിസംബർ 3-നുണ്ടായ അനിയന്ത്രിതമായ സംഭവം മൂലം നിരവധി വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. ഇത് ഡിസംബർ 4, 5 തീയതികളിലും തുടർന്നുകൊണ്ടേയിരുന്നു. ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോവുകയും കുടുംബ ചടങ്ങുകൾ, ബിസിനസ് മീറ്റിംഗുകൾ, മെഡിക്കൽ അപ്പോയിന്റ്മെന്റുകൾ, അന്താരാഷ്ട്ര കണക്ഷൻ ഫ്ലൈറ്റുകൾ എന്നിവ നഷ്ടപ്പെടുകയും ചെയ്തു. ബാഗേജ് വൈകുന്നതും വിലാസം തെറ്റി മറ്റിടങ്ങളിലേക്ക് എത്തിയതും വലിയ ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് ഉണ്ടായി. അതിലെല്ലാം മാപ്പ് ചോദിക്കുന്നുവെന്നാണ് ചെയർമാൻ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പ്രസ്താവന നടത്താൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യ കടമ CEO പീറ്റർ എൽബീസിനും ടീമിനും പിന്തുണ നൽകുക എന്നതും പ്രവർത്തനമെല്ലാം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നതും ബാധിതരായ യാത്രക്കാരെ സഹായിക്കുക എന്നിവയാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രവർത്തനം സാധാരണഗതിയിലേക്ക് മാറുകയാണെന്നും 1900-ലധികം സർവീസുകൾ നടത്തുന്നുണ്ടെന്നും മറ്റ് സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 138 സർവീസുകളും നടത്തുന്നുണ്ടെന്നും മേത്ത പറയുന്നുണ്ട്. അതേസമയം ഓൺ ടൈം പെർഫോമൻസ് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ക്ഷമാപണം കൊണ്ട് നിങ്ങളെ ബാധിച്ച ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം ഞാൻ വ്യക്തമായി സമ്മതിക്കുന്നു. ഇതിനിടെ ഇൻഡിഗോയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ ചിലത് ന്യായമാണെന്നും ചിലത് അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സംഭവിച്ച പിഴവുകൾ എന്താണെന്ന് പരിശോധിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കാനായി അതിൻ്റെ ഒരു പോംവഴികളും കാണുന്നുണ്ട്. കൂടാതെ പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്താനും ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കാനും സാങ്കേതിക വിദഗ്ധനെ നിയമിക്കാനും ബോർഡ് തീരുമാനിച്ചതായി മെഹ്ത പറയുന്നുണ്ട്. ഇപ്പോഴുണ്ടായ തടസ്സങ്ങൾ മനഃപൂർവ്വമല്ല, പല കാരണങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടെന്നും ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഈ ടീമുമായി മാനേജ്മെന്റ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാ ദിവസവും യോഗം ചേരുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലേക്ക് എത്തിക്കാനും ദുരിതം അനുഭവിക്കുന്ന യാത്രക്കാരെ പിന്തുണയ്ക്കാനും സുതാര്യമായ ആശയവിനിമയം നടത്താനും പ്രതിസന്ധി പരിഹരിക്കാനും വിമാന കമ്പനി കൂട്ടായ പരിശ്രമത്തിലാണെന്നും ചെയർമാൻ വ്യക്തമാക്കി. DGCAയുടെ ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടങ്ങൾ നടപ്പാക്കിയതിനെ തുടർന്ന് പൈലറ്റ് ക്ഷാമമാണ് എന്നും അത് ഇന്ത്യയിലുടനീളം ഇൻഡിഗോ സർവീസുകൾ മുടങ്ങാൻ ഒരു പ്രധാന കാരണമായി മാറുകയും ചെയ്തു. സർവീസുകൾ താളം തെറ്റി യാത്രക്കാർ വലഞ്ഞതോടെ പൈലറ്റുമാരുടെയും വിശ്രമം ഉറപ്പാക്കാനുള്ള പുതിയ ഡ്യൂട്ടി ചട്ടമായ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ നടപ്പാക്കുന്നതിൽ ഫെബ്രുവരി 10 വരെ ഇൻഡിഗോയ്ക്ക് ഇളവ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.